Today we are going to discuss about the topic income tax. To make the topic simple, I'll try to explain it both in English and Malayalam. Tax on income of an individual is called income tax. The concept income tax consists of two words, income and tax. Let's start from the term tax. Tax. What do you mean by tax? Tax is the compulsory payment levied by government for public utility services. So it is clear from the definition that it is the compulsory payment. Who is collected by this? This is collected by government and the purpose is public utility service. So tax is the compulsory payment levied by government for public utility services. Tax is a part of an individual earning. അല്ലേ ഒരു ഇൻഡിവിജ്വൽ ഏണിങ്ങിന്റെ പാർട്ടാണ് എന്തോന്ന് പറയുന്ന ടാക്സ് എന്ന് പറയുന്ന ആൻഡ് ഇറ്റ്സ് എ മാൻഡേറ്ററി ലൈബിലിറ്റി അല്ലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ കമ്പൽസറി പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ വി കൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ മാൻഡേറ്ററി ലൈബിലിറ്റി ഇതിനെ നമുക്ക് എന്തോന്ന് പറയാം മാൻഡേറ്ററി ലൈബിലിറ്റി എന്ന് പറയാം അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഗവൺമെന്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ നമുക്ക് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് എന്തോന്ന് പറയാൻ നമുക്ക് ടാക്സ് എന്ന് പറയാം അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ടാക്സിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആക്കുക എന്താ ടാക്സിന്റെ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ കമ്പൽസറി പേയ്മെന്റ് ടാക്സ് ഈസ് ദ കമ്പൽസറി പേയ്മെന്റ് ലെവിഡ് ബൈ ഗവൺമെന്റ് ഫോർ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് അല്ലെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസിന് വേണ്ടി ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ഒരു കമ്പൽസറി പേയ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന് പറയും ടാക്സ് എന്ന് പറയും അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് ഓർ സോഷ്യൽ സർവീസസ് ഓർ വെൽഫെയർ ആക്ടിവിറ്റീസ് അല്ലെ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി സോഷ്യൽ സർവീസസിനൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ടാക്സ് കളക്ട് ചെയ്യുന്നത് ഉള്ളവരിൽ നിന്ന് വാങ്ങി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് ഏത് വഴി ഗവൺമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ടാക്സ് കളക്ഷൻ വഴി ഗവൺമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം 3 പേഴ്സൺസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ട് ബി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ട് സി എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട് എ എന്ന് പറയുന്ന ഹൈ ഇൻകം ഏണർ ആണെന്ന് വിചാരിക്കുക എ എന്ന് പറയുന്ന ആളിനുള്ള ഇൻകം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ബി എന്ന് പറയുന്ന ആളിനുള്ള ഇൻകം എന്ന് പറയുന്ന മോഡറേറ്റ് ആണ് കൂടുതലൊന്നുമല്ല ഒരു ആവറേജ് ഇൻകം ഏണർ ആണ് ആരെന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ആള് സി എന്ന് പറയുന്ന ആളിനുള്ള ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് വിചാരിക്കുക അപ്പൊ ഗവൺമെന്റ് എങ്ങനെയാ ടാക്സ് കളക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ഈസ് കളക്ടിങ് ഹൈ ടാക്സ് ഫ്രം മിസ്റ്റർ എയിൽ നിന്ന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യും ആസ് ദ ഇൻകം ഓഫ് ദ ഈസ് വെരി ഹൈ അല്ലെ എയുടെ ഇൻകം കൂടുതലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വരുമാനം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യും ബിയിൽ നിന്ന് വരുമാനം കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ടാക്സ് ആയിരിക്കും ഒരു മോഡറേറ്റ് ടാക്സ് ആയിരിക്കും ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് ഓൺ ദ അതർ ഹാൻഡ് സിയിൽ നിന്ന് ഗവൺമെന്റ് എന്ത് കളക്ട് ചെയ്യത്തില്ല ടാക്സ് കളക്ട് ചെയ്യില്ല വിത്ത് ദിസ് കളക്ടഡ് ടാക്സ് എമൗണ്ട് ഈ കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ട് കൊണ്ട് തന്നെ ദേ ആർ പ്രൊവൈഡിങ് certain സർവീസസ് such as healthcare facilities, providing education through government schools, then running government hospitals, providing subsidy for cooking gas, fertilizers, etc. അല്ല ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും അപ്പൊ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്ന ആള് ഓൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട് ടാക്സ് കൊടുത്തിട്ടുണ്ട് എയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് ബിയിൽ നിന്ന് മോഡറേറ്റ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് സിയിൽ നിന്ന് എന്ത് കളക്ട് ചെയ്തിട്ടില്ല ടാക്സ് കളക്ട് ചെയ്തിട്ടേ ഇല്ല അപ്പൊ ഇവരിൽ നിന്ന് കളക്ട് ചെയ്ത ഈ എമൗണ്ട് മൂന്നാൾക്കാർക്കുമായിട്ട് അതിന്റെ ബെനിഫിറ്റ് മൂന്നാൾക്കാർക്കുമായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഏതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ടാക്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ടാക്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ കമ്പൽസറി പേയ്മെന്റ് ലെവിഡ് ബൈ ഗവൺമെന്റ് ഫോർ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് അല്ലെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസിന് വേണ്ടി ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന കമ്പൽസറി പേയ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന് പറയും tax എന്ന് പറയും ക്ലിയർ ആയല്ലോ ലെറ്റ്സ് ചെക്ക് ദ ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ആക്ട് ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് ഇൻ മോഡേൺ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1860 and subsequently in the years 1886 1918 and in 1922 income tax acts were passed. After independence, Income Tax Act in India was passed in the year 1961 by replacing Income Tax Act of 1922. In modern India, Income Tax Act was first passed in 1860 by James Wilson. Then Income Tax Acts were passed in 1886, 1918 and in 1922. After independence, the Act of 1922 was replaced by the Income Tax Act passed in the year 1961, implemented with effect from 1st April 1962. Okay, so after independence, Income Tax Act in India was passed in the year 1961 by replacing the Act of 1922 and which came into force on 1st April 1962. അപ്പോൾ ഇന്ത്യക്കകത്ത് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കിയിരിക്കുന്നത് 1961 അത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1922 അത് നിലവിൽ വന്നതെന്ന് പറയുന്നത് 1st April 1962 മുതലാണ് ക്ലിയർ ആയല്ലോ ഓക്കെ നെക്സ്റ്റ്
what are the classifications of tax? Tax are broadly classified into two. That is direct tax and indirect tax. So ടാക്സ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടാക്സിനെ നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. സോ ടാക്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ദ ടാക്സ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ അസസി, അസസിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ടാക്സ് പേയറിൽ നിന്ന്, ദ പേഴ്സൺ ഹു ഈസ് മേക്കിംഗ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ടാക്സ് ആരാണോ കൊടുക്കുന്നത് ആ പേഴ്സണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സച്ച് ടാക്സ് ഈസ് കാൾഡ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, so what do you mean by direct tax? This is the tax directly collected by the government from the taxpayer. അല്ലെ, ടാക്സ് പേയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന് പറയും, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഡയറക്റ്റ് ടാക്സ് ഇറ്റ് ക്യാൻ ബി otherwise defined as if the payment and burden is on the same person, such tax is called direct tax. Okay, if the payment and burden is on the same person, സച്ച് ടാക്സ് ഈസ് കാൾഡ് ഡയറക്റ്റ് ടാക്സ്. അങ്ങനെയുള്ള ഒരു ടാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന് പറയും, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കുന്നതും അതിന്റെ ബാധ്യതയും ഒരാളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ, ടാക്സ് കൊടുക്കുന്നതും അതിന്റെ ബാധ്യതയും ഒരാളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ സച്ച് ടാക്സ് ഈസ് കാൾഡ് ഡയറക്റ്റ് ടാക്സ്. ആ ടാക്സിനെ നമുക്ക് എന്തോന്ന് പറയാം, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദ കോൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റ് ടാക്സ് വി ഹാവ് ടു ഐഡന്റിഫൈ ഇൻഡയറക്റ്റ് ടാക്സ് ഓൾസോ. അല്ലെ, നമുക്ക് ഡയറക്റ്റ് ടാക്സിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ we have to look into indirect tax also. നമ്മൾ ഏതുകൂടെ നോക്കേണ്ടി വരും, ഇൻഡയറക്റ്റ് ടാക്സ് കൂടെ നോക്കേണ്ടി വരും. ലെറ്റ്സ് ചെക്ക് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്ട്ലി കളക്ടഡ് ഫ്രം ദ ടാക്സ് പേയർ, ടാക്സ് പേയറിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന് പറയും, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന്. ദാറ്റ് ഈസ് ദ പേയ്മെന്റ് ആൻഡ് ബർഡൻ ഈസ് ഓൺ ഡിഫറന്റ് പേഴ്സൺ. പേയ്മെന്റും ബർഡനും ഡിഫറന്റ് പേഴ്സണിലാണെന്നുണ്ടെങ്കിൽ സച്ച് ടാക്സ് ഈസ് കാൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെയുള്ള ടാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വരും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എല്ലാവരും ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, നമ്മളിപ്പോ സെയിൽസ് ടാക്സ് എടുക്കാം. സെയിൽസ് ടാക്സ് നമ്മൾ എല്ലാവരും കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മള് ഇഫ് യു ആർ വിസിറ്റിംഗ് ടു എ ഷോപ്പ്, നമ്മളൊരു ഷോപ്പിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു മേക്ക് പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് വി ഹാവ് ടു മേക്ക് സെയിൽസ് ടാക്സ്, പേയ്മെന്റ് ഓഫ് സെയിൽസ് ടാക്സ് ഓൾസോ. അല്ലെ, നമ്മൾ എന്തോ ടാക്സ് കൂടെ കൊടുക്കേണ്ടി വരും, സെയിൽസ് ടാക്സ്, GST അല്ലെ. GST കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ GST നമ്മൾ ആർക്കാ കൊടുക്കുന്നത്, നമ്മൾ ആ ഷോപ്പ് ഓണറിനാണ് കൊടുക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ആ സെല്ലറിനാണ് നമ്മൾ ഈ പേയ്മെന്റ് കൊടുക്കുന്നത്. GST പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ആ സെല്ലറിനാണ്. ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി പെയ്ഡ് ടു ദ ഗവൺമെന്റ് ഓർ കൺസേൺഡ് അതോറിറ്റീസ്. ഗവൺമെന്റിനോ കൺസേൺഡ് അതോറിറ്റീസിനോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഗവൺമെന്റോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൺസേൺഡ് ഏജൻസിയോ നമ്മുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നില്ല. വി ആർ മേക്കിംഗ് പേയ്മെന്റ് ടു ദ സെല്ലർ. നമ്മൾ കൊടുക്കുന്നത് സെല്ലറിനാണ്. സച്ച് ടാക്സ് ഈസ് കാൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെയുള്ള ടാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ടാക്സിന്റെ ബർഡൻ എന്ന് പറയുന്ന ഓൺ ദ കസ്റ്റമറിലും, പക്ഷെ അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത് മറ്റു ആൾക്കാരുമാണ്. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് ടാക്സ് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഡയറക്റ്റ് ടാക്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡയറക്റ്റ് ഇൻകം ടാക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ്. ഇൻകം ടാക്സ് ആരാ കൊടുക്കുന്നത്? എന്റെ ഇൻകത്തിന് ഞാൻ തന്നെ ഗവൺമെന്റിന് അല്ലെങ്കിൽ കൺസേൺഡ് ഏജൻസിക്ക് കൊടുക്കുകയാണ്. എന്റെ ഇൻകത്തിന് ഞാൻ തന്നെ പേയ്മെന്റ് കൊടുക്കുകയാണ്. സച്ച് ടാക്സ് ഈസ് കാൾഡ് ഡയറക്റ്റ് ടാക്സ്. സോ we can define it as direct tax is the tax which is collected from the payer by the government directly. അല്ലെ, ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സിനെ നമ്മൾ പറയുന്നവരാണ് ഡയറക്റ്റ് ടാക്സ്. ആൻഡ് in this case payment and burden is on the same person. On the other hand, indirect tax means that tax which are indirectly collected by the government or concerned agency and the burden and payment is on different person. Is it clear? Okay. That's what we have said earlier. Payment and burden is on different person. Okay. Then move to next area, income tax. Okay. It's a type of direct tax. നമ്മൾ പറഞ്ഞു income tax is a type of direct tax. Why it is a type of direct tax? Because income tax is paid by the taxpayer directly to the government or concerned agency. അല്ലെ, ഗവൺമെന്റിനോ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസിക്കോ ഇൻകം ടാക്സ് അതോറിറ്റിക്കോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ട് സച്ച് ടാക്സ് ഈസ് കാൾഡ് ഡയറക്റ്റ് ടാക്സ്. അങ്ങനെയുള്ള ടാക്സ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ടാക്സ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഓക്കെ. ചാർജ്ഡ് ഓൺ ദ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അല്ലെ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഈസ് ദ ടാക്സ് ചാർജ്ഡ് ഓൺ ദ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ. അല്ലെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഇൻകം ടാക്സിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ടാക്സ് ചാർജ്ഡ് ഓൺ ദ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് കാൾഡ് ഇൻകം ടാക്സ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന് ചാർജ് ചെയ്യുന്ന ടാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ടാക്സ് എന്ന് പറയും, ഇൻകം ടാക്സ്. ഓക്കെ. ദെൻ income tax is charged at the rate
specified by the Finance Act of the concerned year. അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിനാൻസ് ആക്ട് പാസ്സാക്കും അല്ലെ ഫിനാൻസ് ആക്ട് പാസ്സാക്കുന്നതിന്റെ അകത്ത് ഓരോ കൺസേൺഡ് ഇയറിലെയും ഫിനാൻസ് ആക്ട് പാസ്സാക്കുന്നതിന്റെ അകത്താണ് എന്ത് പറഞ്ഞിരിക്കുന്നത് റേറ്റ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതായത് ഇൻകം ടാക്സ് ചാർജ് ചെയ്യാനുള്ള റേറ്റ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എവിടെയാണ് ഫിനാൻസ് ആക്ടിലാണ് കൺസേൺഡ് ഇയറിൽ പാസ്സാക്കുന്ന ഫിനാൻസ് ആക്ടിലാണ് ഓക്കെ then tax is to be paid in the assessment year for the income of the previous year അല്ലേ പ്രീവിയസ് ഇയറിന്റെ ഇൻകത്തിന് നമ്മൾ ഏത് ഇയറിലാണ് ടാക്സ് കൊടുക്കാനുള്ളത് അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ ടാക്സ് കൊടുക്കാനുള്ളത് ഈ അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ദ ഇൻകം ഏൺഡ് ഇൻ ദ ഫോർ ദ പ്രീവിയസ് ഇയർ അല്ലെ ഇൻകം ഏൺഡ് ഫോർ ദ പ്രീവിയസ് ഇയർ ഇൻകം നമ്മൾ പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് വി ഹാവ് ടു മേക്ക് പേയ്മെന്റ് അസസ്മെന്റ് ഇയർ നമ്മൾ കൊടുക്കാനുള്ളതെന്ന് ഏത് ഇയറിലാണ് ടാക്സ് പേയ്മെന്റ് കൊടുക്കാനുള്ളതെന്ന് പറയുന്ന അസസ്മെന്റ് ഇയർ അതായത് 2019-20 ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് 2019-20 ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് വി ഹാവ് ടു മേക്ക് പേയ്മെന്റ് ഓൺ 2021 നമ്മൾ പേയ്മെന്റ് കൊടുക്കാനുള്ളത് 2021ലാണ് the year 2021 is called assessment year and the year 1920 is called previous year clear ആയോ ഇൻകം കിട്ടുന്ന ഇയർ ഇൻകം കിട്ടിയ ഇയർ ഏത് ഇയറിലാണ് ഇൻകം കിട്ടിയത് 1920 എപ്പോഴാണ് നമ്മൾ ടാക്സ് കൊടുത്തത് 2021 ഇൻകം കിട്ടിയ ഇയറിന് the year in which income is generated ഇൻകം ജനറേറ്റ് ചെയ്ത ഇയറിന് we can call it as previous year നമ്മൾ previous year എന്ന് പറയുന്നു and the year in which tax is paid നമ്മൾ ഏത് ഇയറിലാണോ ആ ഇൻകത്തിന്റെ ടാക്സ് കൊടുത്തത് such year is called assessment year okay so let's check about important terms okay first one person okay person which was defined under section 2 subsection 31 section 2 subsection 31 ലാണ് person കുറിച്ച് ഇൻകം ടാക്സിൽ എന്ത് ചെയ്തിരിക്കുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്നത് okay the term person includes അവിടെ പറയുന്ന അനുസരിച്ച് person എന്ന് പറയുന്ന ടേമിൽ വരുന്നത് ആരാ person എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ ഇൻകം ടാക്സ് ഓൺ ദ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ടാക്സ് ഓൺ ദ ഇൻകം ഓഫ് എ പേഴ്സൺ ഒരു പേഴ്സന്റെ ഇൻകത്തിനുള്ള ടാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിന്റെ അകത്ത് പേഴ്സൺ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അതായത് ഏതൊക്കെ പേഴ്സൺ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അവരെല്ലാം ദേ ആർ ലൈബിൾ ടു മേക്ക് പേയ്മെന്റ് ഓഫ് ടാക്സ് അല്ലെ അവര് എന്ത് കൊടുത്തേ പറ്റൂ ടാക്സ് കൊടുത്തേ പറ്റൂ ആസ് ഇറ്റ് ഈസ് എ മാൻഡേറ്ററി ലൈബിലിറ്റി അത് എന്തായതുകൊണ്ട് തന്നെ ഒരു മാൻഡേറ്ററി ലൈബിലിറ്റി ആയതുകൊണ്ട് അപ്പൊ ഏതെല്ലാം പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അകത്ത് ആരെല്ലാം വരാം ഹു ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദ കോൺസെപ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ അണ്ടർ ദ ടേം പേഴ്സൺ എന്ന് പറയുന്നതിന്റെ അകത്ത് ആരെല്ലാം വരാം അതാ നമ്മൾ താഴോട്ട് നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ എന്ന് പറയുന്ന ടേമിന്റെ അകത്ത് ആര് വരാം ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇൻഡിവിജ്വൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF അല്ലെ HUF വരാം HUF എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എ കമ്പനി അല്ലെ പേഴ്സൺ എന്ന് പറയുന്ന ടേമിന്റെ അകത്ത് കമ്പനി വരാം അതുപോലെ തന്നെ എ ഫേം ഇറ്റ് ഇൻക്ലൂഡ്സ് എ പാർട്ണർഷിപ്പ് ഫേം then association of person or body of individuals whether incorporated or not a local authority and every artificial judicial person not falling within any of the preceding category അല്ലെ നേരത്തെ പറഞ്ഞിട്ടില്ലാത്ത കാറ്റഗറിക്കകത്ത് നേരത്തെ പറഞ്ഞ കാറ്റഗറിക്കകത്ത് വരാത്ത എല്ലാ തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണും ഏതിന്റെ അകത്ത് വരാം പേഴ്സൺ എന്ന് പറയുന്ന ടീമിന്റെ അകത്ത് വരാം സോ we can say that the term person includes an individual a Hindu undivided family a company a firm association of person or a body of individuals whether incorporated or not and a local authority and every artificial judicial person not falling within any of the preceding categories okay clear aanallo then move to the next one let's check the next term assessee okay so assessee was defined according to section 2 subsection 7 of the act assessee means a person by whom income tax or any other sum of money is payable under the act and it includes അല്ലെ അപ്പൊ അവിടെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ an assessee is a person who is liable to make payment of tax ഒരു പേയ്മെന്റ് ഓഫ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് എന്തോ എന്ന് പറയാം assessee എന്ന് പറയാം അപ്പൊ assessee is a person who is liable to make payment of tax കൊടുക്കാൻ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള എല്ലാ ആൾക്കാരെയും assessee എന്ന് പറയാം not only the person who is liable to make payment of ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആൾ മാത്രമല്ല assessee എന്ന് പറയുന്നത് and it includes അതിന്റെ അകത്ത് വരുന്ന ആൾക്കാർ വേറെ ആരൊക്കെയാണെന്ന് താഴോട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നത് every person in respect of whom any proceedings under the act has been taken for the assessment of his income or loss or the amount of refund due to him an assessment of his income the person അല്ലെ ആ ഏത് പേഴ്സണിന്റെ ഇൻകത്തിനെയാണോ അസസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലോസിനെയാണോ അസസ് ചെയ്തിരിക്കുന്നത് റീഫണ്ട് ക്ലെയിം ചെയ്തിരിക്കുന്ന പേഴ്സൺ എമൗണ്ട് ഡ്യൂ ആകുന്ന പേഴ്സൺ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം എ പേഴ്സൺ ഹു ഈസ് കമ്മിങ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് അണ്ടർ ദ പെർവ്യൂ ഓഫ് ഇൻകം ടാക്സ് ആക്ടിന് അകത്ത് വരുന്ന ഏതൊരു പേഴ്സണെയും നമുക്ക് എന്തോ എന്ന് പറയാം assessee എന്ന് പറയാം
അടുത്ത് പറയുന്ന a person who is assessable in respect of income or loss of another person or who is deemed to be an assessee such as is called deemed assessee. Deemed assessee എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഈസ് നോട്ട് ആൻ ആക്ച്വൽ assessee. അദ്ദേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു assessee അല്ല. അതായത് അദ്ദേഹത്തിന്റെ ഇൻകത്തിനല്ല അദ്ദേഹം ടാക്സ് കൊടുക്കുന്നത്. മറ്റൊരാളുടെ ഇൻകത്തിന് ടാക്സ് കൊടുക്കുന്ന ആളിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീംഡ് assessee എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഡീംഡ് assessee നമുക്ക് ഏത് ടേമിന്റെ അകത്ത് കൊണ്ടുവരാം? assessee എന്ന് പറയുന്ന ടേമിന്റെ അകത്ത് കൊണ്ടുവരാം. അത് a person who is assessable in respect of income or loss of another person or who is deemed to be an assessee. Next one, an assessee in default under any provision of the act. So an assessee in default under any provision of the Income Tax Act is also considered as an assessee. Next term, assessment year and previous year. So first one, assessment year. It is the financial year in which the tax is paid for the previous year's income of the assessee. That is, assessment year is the year in which the tax is paid. Period of 12 months starting from 1st April ending with 31st March. So, assessment year is a period of 12 months starting from 1st April and ending with the 31st March and the year in which, and it is the year in which the tax is paid. നമ്മൾ ഏത് ഇയറിലാണോ ടാക്സ് കൊടുക്കുന്ന ആ ഇയറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയും? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയും. ഓക്കെ, ദെൻ പ്രീവിയസ് ഇയർ. ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ബൈ ദ അസസി. ഏത് ഇയറിലാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഇയറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയും? പ്രീവിയസ് ഇയർ എന്ന് പറയും. ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് ദ ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് കൊടുക്കുന്നത്. ടാക്സ് കൊടുക്കുന്ന ഇയറിന് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയും. ഏത് ഇയറിലെ ഇൻകത്തിനാണോ ടാക്സ് കൊടുക്കുന്ന ആ ഇയറിനെ നമ്മൾ പ്രീവിയസ് ഇയർ എന്നും. ഫോർ എക്സാമ്പിൾ 2019-20 നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2020-21 നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് ദ ഇൻകം ഏൺഡ് ഫോർ ദ ഇയർ 2019-20 അല്ലെ 19-20 നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിന് വി ആർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇൻ ദ ഇയർ 2020-21. 2020-21 നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ദ ഇയർ 2019-2020 is known as previous year and the year 2020-21 is known as assessment year. Okay. Next term, gross total income. The aggregate of 5 heads of income, that is income from salary, income from house property, income from business and provision, income from capital gain and other sources are known as gross total income. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം പഠിക്കും. ഈ 5 ഹെഡ് ഓഫ് ഇൻകത്തിന് അഗ്രിഗേറ്റ് കൂട്ടിയെടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയും? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും. ദ ഇൻകം ഓഫ് ആൻ അസസി ഈസ് ടാക്സ്ഡ് അണ്ടർ 5 ഹെഡ്സ്. 5 ഹെഡുകളിലെ ഒരു അസസിയുടെ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. അതായത് ഇഫ് ദ അസസി ഈസ് ഹാവിംഗ് ടാക്സബിൾ ഇൻകം ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ 5 ഗ്രൂപ്പ്സ്. 5 ഗ്രൂപ്പുകളിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, 5 ഹെഡ്സിലായിട്ട് ക്ലാസിഫൈ ചെയ്യും. സച്ച് ഹെഡ്സ് ആർ നോൺ ആസ് ഹെഡ്സ് ഓഫ് ഇൻകം. ആ ഹെഡ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് അറിയപ്പെടും. അതിനെ ടോട്ടൽ ചെയ്തെടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ്, അതായത് അഗ്രിഗേറ്റ് ഓഫ് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഈസ് നോൺ ആസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ആസ് റെഡ്യൂസ്ഡ് ബൈ ദ പെർമിസിബിൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U ഈസ് നോൺ ആസ് ടോട്ടൽ ഇൻകം. ദാറ്റ് ഈസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതായത് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിന് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ അഗ്രിഗേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയും? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും അല്ലേ. അതിൽ നിന്ന് പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ, ഇൻകം ടാക്സ് ആക്ട് കുറച്ച് ഡിഡക്ഷൻസ് നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. സച്ച് ഡിഡക്ഷൻസ് ആർ കമ്മിങ് അണ്ടർ സെക്ഷൻ 80C to 80U. 80C എന്ന് പറയുന്ന സെക്ഷൻ മുതൽ 80U എന്ന് പറയുന്ന സെക്ഷൻ വരെയുള്ളതാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഡിഡക്ഷൻ കുറയ്ക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ ഡിഡക്ഷൻ കുറച്ച് കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയും? ടോട്ടൽ ഇൻകം എന്ന് പറയും. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് ദ അഗ്രിഗേറ്റ് ഓഫ് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആൻഡ് ഫ്രം ദിസ് 5 ഹെഡ്സ് ഓഫ് ഇൻകം വി ആർ മേക്കിംഗ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് നമ്മൾ കുറയ്ക്കുന്നു. അതുവഴി നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ ഇൻകം കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? Residential status of an individual. Residential status fixes tax incidence of the assessee. The distribution of a particular tax is called tax incidence. In other words, it describes how the burden of tax is distributed. India follows residence and source-based tax system. In India, we are following residence-based tax system. Citizenship not considered. For the calculation of income tax in India, citizenship doesn't have any role. Residential status is to be calculated each previous year. As there is a chance of change of residential status of the assessee from year after year, we have to calculate residential status in each previous year.
For instance, whether an income accrued to an individual outside India is taxable in India depends upon the residential status of the individual in India. Similarly, whether an income earned by a foreign national in India or outside India is taxable in India depends on the residential status of the individual, not on the basis of citizenship. Therefore, the determination of the residential status of a person is very significant in order to find out his tax liability in India. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ്, സിറ്റിസൺഷിപ്പിനെ ബേസ് ചെയ്തിട്ടല്ല. സിറ്റിസൺഷിപ്പിന് ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരു അസസിയുടേത് നമ്മൾ ഇയർ ആഫ്റ്റർ ഇയർ കാണേണ്ടി വരും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓരോ പ്രീവിയസ് ഇയറിലും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ. Residential status of an individual. As we know, a taxable entity can be an individual, a Hindu undivided family, a firm, an association of persons, joint stock company, or any other person. Here we are considering an individual. In related with an individual, his residential status may be resident or non-resident. So residential status may be broadly classified into resident and non-resident. The resident is again classified into resident and ordinary resident, resident but not ordinary resident. Okay, so residential status are classified into two, resident and non-resident. If he is a resident, there arises other question whether he is ordinary resident or not ordinary resident. അല്ലെ, ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, റെസിഡന്റും നോൺ റെസിഡന്റ്. റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ റെസിഡന്റിനെ വീണ്ടും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഓർഡിനറി റെസിഡന്റ് എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇൻ ഓർഡർ ടു ഫിക്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, there we are considering two conditions. First condition is called basic condition, and basic condition involves two conditions, and there comes another condition which is called additional condition. In order to fix whether he is a resident or non-resident, there we apply basic condition. Okay, in order to fix whether he is the resident or non-resident, we have to apply basic condition. Okay, in order to fix whether he is a ordinary resident or not ordinary resident, whether he is a ordinary resident or not ordinary resident, we are applying additional condition. Okay, so in order to calculate residential status, we have to firstly identify whether an assessee is resident or non-resident. In order to identify whether an assessee is resident or non-resident, we have to adopt basic condition, and in order to identify whether a resident is ordinary resident or not ordinary resident, we have to adopt additional conditions. Okay, ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, റെസിഡന്റും നോൺ റെസിഡന്റും. അല്ലെ, അത് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു അഡോപ്റ്റ് ബേസിക് കണ്ടീഷൻ. നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്യും? ബേസിക് കണ്ടീഷൻ അഡോപ്റ്റ് ചെയ്യും. ബേസിക് കണ്ടീഷൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെദർ ആൻ അസസി ഈസ് റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്. ഒരു അസസി റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് അഡീഷണൽ കണ്ടീഷൻ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയും. ഈ അഡീഷണൽ കണ്ടീഷൻ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരു റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ വെച്ചിട്ട്, ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം റെസിഡന്റ് ആണെങ്കിലാണ് നമ്മൾ അടുത്ത് ഫിക്സ് ചെയ്യാനുള്ള വെദർ ഹി ഈസ് ഓർഡിനറി റെസിഡന്റ് ഓർ നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഓക്കെ, so we are moving to conditions. We are moving to conditions, basic conditions. An individual is said to be resident in India in any previous year if he satisfies any one of the following conditions. If he satisfies none of it, he becomes non-resident. Let's look basic conditions. First one, he has been in India during the previous year for a total period of 182 days or more. So in order to become a resident, he has to satisfy any one of the basic conditions. The first basic condition says that he must be in India for a minimum period of 182 days. If he not satisfies the first basic condition, we have to look into the next basic condition, that is second one. He has been in India during the 4 years immediately preceding the previous year for a total period of 365 days or more, and has been in India for at least 60 days in the relevant previous year. So the first condition claims that he must be in India for 182 days. The condition of 182 days is relaxed in the next condition, and here say that the required days is 60 days during the previous year, but here adds another condition. As per this,
the assessee must be in India for a period of 365 days during the 4 previous years immediately preceding the previous year. If an assessee satisfies any one of the basic condition, that is any one of the basic condition provided here, he becomes a resident. If he satisfies none of the basic condition, he becomes non-resident. Okay. ഇപ്പൊ ക്ലിയർ ആയല്ലോ? രണ്ട് ബേസിക് കണ്ടീഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബേസിക് കണ്ടീഷനിൽ പറയുന്നത് അസസി 182 ദിവസം കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഹി ഈസ് കൺസിഡേർഡ് ആസ് റെസിഡന്റ്. അദ്ദേഹത്തിന് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി 182 ദിവസം ഇല്ലായിരുന്ന ഒരു അസസി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 60 ദിവസം ഉണ്ടായിരുന്നാലും മതി. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിരുന്നാലും മതി. പക്ഷേ ആ പ്രീവിയസ് ഇയറിന് തൊട്ട് പിറകോട്ടുള്ള 4 പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹം എത്ര ദിവസം ഇവിടെ ഉണ്ടായിരിക്കണം? 365 ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് അസസി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് ബിക്കമിങ് റെസിഡന്റ്. ഇഫ് ഹി നോട്ട് സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദീസ് ബേസിക് കണ്ടീഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് കണ്ടീഷനിൽ ഒന്നും അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹി ഈസ് ബിക്കമിങ് നോൺ റെസിഡന്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. Exceptions to residential status. There are two exceptions to the above rule of classification of residential status. In case of an individual who is a citizen of India and who leaves India in any financial year for the purpose of employment outside India, the condition of 182 days or more would be applicable, not 60 days. That is, we have seen that the assessee is needed to be here for a minimum period of 60 days as per the second basic condition. But if the assessee leaves India for the search of employment, the 60 days relaxation is not applicable to him. He must be in India for a minimum of 182 days. Okay. In case of an individual who is a citizen of India or is a person of Indian origin and who being outside India comes on a visit to India in any financial year, the condition of 60 days shall not be applicable and only the condition of 182 days or more would be applicable. That is, if a Indian citizen who is residing outside India comes to India for a visit, in this case, the condition of 182 days is applicable to him, not 60 days. That in this case also, the relaxation of 60 days is not applicable to him. He must be in India for 182 days for claiming as a resident. Okay. അപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് നമ്മൾ എക്സെപ്ഷൻസ് ടു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് കണ്ടീഷനിലും വന്നിരിക്കുന്നത് ഒരേ കാര്യമാണ്. അതായത് നമ്മൾ ബേസിക് കണ്ടീഷനിലെ സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ പറഞ്ഞു ഒരാൾ റെസിഡന്റ് ആകുന്നതിന് വേണ്ടി 182 ഡേയ്സ് ഇന്ത്യക്കകത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, 60 ദിവസമാണെങ്കിലും മതി എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ പറയുന്ന അനുസരിച്ച് ഒരു അസസി ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് തൊഴിൽ തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 60 ഡേയ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എത്ര ദിവസം തന്നെ അദ്ദേഹം ഉണ്ടായിരിക്കണം? 182 ഡേയ്സ് തന്നെ ഇന്ത്യക്കകത്ത് ഉണ്ടായിരിക്കണം റെസിഡന്റ് ആകണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ വെളിയിൽ എന്താ പറയുക റിസൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഇന്ത്യക്കകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യക്കകത്ത് ഒരു വിസിറ്റിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 60 ഡേയ്സ് എന്ന് പറയുന്ന റിലാക്സ്ഡ് ടൈം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. എത്ര ദിവസം തന്നെ അദ്ദേഹം ഉണ്ടായിരിക്കണം ഇന്ത്യക്കകത്ത്? 182 ഡേയ്സ് തന്നെ ഇന്ത്യക്കകത്ത് ഉണ്ടായിരിക്കണം. എന്താകുന്നതിന് വേണ്ടിയിട്ട്? റെസിഡന്റ് ആകുന്നതിന് വേണ്ടി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, അഡീഷണൽ കണ്ടീഷൻ. If an assessee is a resident, there arise other question whether he is ordinary resident or not ordinary resident. In order to prove that whether an assessee is a ordinary resident or not ordinary resident, we have to consider two additional conditions. First one, his or her cumulative stay in India is 730 days or more during the 7 financial years immediately preceding the current financial year. Second one, he or she was a resident in India in at least 2 out of 10 previous years immediately preceding the current financial year. So, first condition says that he must be in India for 730 days during the 7 financial years immediately preceding the current financial year. And the second additional condition, he or she was a resident in India at least 2 out of 10 previous years. If a person satisfies, if an assessee satisfies both of these additional conditions, he becomes resident, ordinary resident. If any of the assessee satisfies any one of the additional condition or none of the additional condition, he becomes not ordinary resident.
Okay, clear? So additional condition, first additional condition, he or she must be in India for 730 days or more during the 7 financial years immediately preceding the current financial year. Second additional condition, he or she was a resident in India at least 2 out of 10 previous financial years immediately preceding the current financial year. If an Aziz satisfies both of these additional conditions, he is becoming ordinary resident. If he satisfies any one or none of the additional condition, he becomes not ordinary resident. Okay. ഇപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് രണ്ട് അഡീഷണൽ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് അഡീഷണൽ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു അസസി ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ അസസി ഇന്ത്യക്കകത്ത് 730 ഡേയ്സ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 730 ദിവസം ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എപ്പോഴാ ഡ്യൂറിംഗ് ദ 7 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ കറന്റ് ഫിനാൻഷ്യൽ ഇയർ 730 ഡേയ്സ് ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ ആ അസസി കഴിഞ്ഞ 10 പ്രീവിയസ് ഇയേഴ്സിൽ അല്ലെ 10 പ്രീവിയസ് ഇയേഴ്സിൽ 2 പ്രാവശ്യം ഇവിടെ എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ റെസിഡന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഈ രണ്ട് കണ്ടീഷനും അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് ബിക്കമിങ് ഓർഡിനറി റെസിഡന്റ്. അദ്ദേഹം ഈ രണ്ട് കണ്ടീഷനിൽ ഒരെണ്ണം മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹി ഈസ് ബിക്കമിങ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. As we said, if the assessee satisfies both of the additional conditions, he becomes ordinary resident. If he satisfies any one or none of the additional conditions, he becomes resident but not ordinary resident. So we can conclude that if an assessee satisfies any one of the basic conditions, he becomes resident. If he satisfies none of the basic conditions, he becomes non-resident. Okay. If a resident satisfies both of the additional conditions, he becomes ordinary resident. If he satisfies any one or none of the additional conditions, he becomes not ordinary resident. Okay, clear? Let's see heads of income. The income of an Aziz is classified under 5 heads or groups. These groups are known as heads of income. A person derives taxable income from different sources. These income are assessed under different groups or heads. The income assessed heads are known as heads of income. Heads of income of an Aziz is broadly classified into 5. Thus we can say that the income of a person is classified under 5 groups and these groups are known as heads of income. ഒരു അസസിക്ക് കിട്ടുന്ന ഇൻകത്തിന് 5 ഹെഡുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഈ 5 ഹെഡുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻകത്തിനെ അസസ് ചെയ്യുന്നത്. ഈ ഹെഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം. ഫസ്റ്റ് വൺ income from salaries, second one income from house property, third one profit and gains of business or profession, fourth one income from capital gain, and fifth one income from other sources. So 5 heads of income includes income from salaries, income from house property, profit and gains of business or profession, capital gain, and income from other sources. In the next section we will discuss heads of income in detail. Thank you.